ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൗരീസ് ലിറ്റിൽ വേൾഡ്. മാളുവിൻ്റെ കല്യാണ വിശേഷങ്ങളായി വരാമെന്ന് പറഞ്ഞ് പോയതാ. പക്ഷെങ്കിൽ ചുമയും തൊണ്ടവേദനയായിട്ട് സൗണ്ട് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഈ വഴി വരാഞ്ഞത്. ഇത് മാളുവിൻ്റെ ഹൽദി ഡേ ആയിരുന്നു. അങ്ങനെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അടുത്ത ബന്ധുക്കൾ മാത്രമായിട്ടൊരു കുഞ്ഞു ഫംഗ്ഷൻ. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് മന്ത്രകോടിയും കൊണ്ട് ജിനേഷും പെങ്ങന്മാരും വന്നിരുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം ആയിട്ട് ഒരു കുഞ്ഞു ഫംഗ്ഷനായിരുന്നു ഇവിടെ നടന്നത്. എല്ലാം ഭംഗിയായി നടന്നു. കേക്ക് കട്ടിങ്ങും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പരിപാടികൾ ഗംഭീരമായി. ഗൗരിയും ധ്രുവെല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഇത് അവരുടെ ദിവസം പോലെ ആഘോഷിക്കുകയായിരുന്നു. കാരണം ആരുടെയും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയി തുള്ളിച്ചാടി നടക്കാൻ പറ്റിയൊരു അവസരം അവർക്ക് മാളുവിൻ്റെ കല്യാണത്തിൻ്റെ ഇടയിലായിരുന്നല്ലോ കിട്ടിയത്. എല്ലാവരും തിരക്കിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗൗരിക്ക് എൻ്റെ അങ്ങോട്ട് പോയിക്കൂടാ ഇങ്ങോട്ട് പോയിക്കൂടാ എന്നുള്ള ചീത്തയും ഒന്നുമില്ലാതെ തന്നെ ഫുള്ള് ഫ്രീഡം കിട്ടിയ ദിവസമായിരുന്നു. അത് കേക്ക് കട്ടിങ്ങാണ് നടക്കുന്നത്. ജിനേഷും മാളുവും അവരുടെ സ്നേഹത്തിൻ്റെ ആദ്യത്തെ മധുരം പങ്കുവയ്ക്കുന്ന രംഗമാണ്. ഫോട്ടോഗ്രാഫർ കേക്ക് കഴിക്കാൻ സമ്മതിക്കുന്നില്ല, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട്. നല്ല ഫോട്ടോ കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടണം അല്ലേ. അങ്ങനെ അവർ പരസ്പരം മധുരം പങ്കുവെച്ച് അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് കേക്ക് കട്ടിങ്ങും ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാളുവിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ ബാലേന്ദ്രളയപ്പനും ശോഭളയമ്മയും. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും മധുരം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ജിനേഷ് ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് പുടവ കൊടുക്കൽ ചടങ്ങാണ്. ജിനേഷിൻ്റെ പെങ്ങന്മാരാണ് മാളുവിന് മന്ത്രകോടി കൈമാറുന്നത്. ഇപ്പോൾ മുന്നത്തെ പോലെയല്ലല്ലോ, ബ്യൂട്ടീഷ്യൻ രാവിലെ വന്ന് വീട്ടിൽ റെഡിയാക്കുന്നത് കൊണ്ട് അവർ തലേന്ന് മന്ത്രകോടിയും കൊണ്ട് വന്നതായിരുന്നു. അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞു. ഇത് ഗൗരിക്കുട്ടീൻ്റെ ഡാൻസ് പെർഫോമൻസ്. കപ്പിൾ ഡാൻസ് സിംഗിളായിട്ട് കളിക്കുന്ന സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു മൂഡിലായിരുന്നു ഗൗരി. എന്താണെന്നറിയില്ല, ഞാൻ സ്റ്റേജിൽ കയറില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറി നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുകയും ചെയ്തു. ഫുൾ ഓൺ എനർജി ആയിരുന്നു. വളരെ ഇഷ്ടപ്പെട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഡിസ്കോ ദിവാനി പാട്ടിട്ടിട്ടായിരുന്നു. ഇതുണ്ടോ സിംഗിളായിട്ടത് കപ്പിളായിട്ട് കളിക്കേണ്ട ഡാൻസാണ്. ഓപ്പോസിറ്റുള്ള പെയർ ഉണ്ട് എന്ന് സ്വന്തമായിട്ട് വിചാരിച്ചിട്ട് കളിക്കുകയാണ് ഗൗരി. ഇത് ഞങ്ങളുടെ വൈഗക്കുട്ടിയും ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുകയാണ്. ഒരു കൃഷ്ണനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ട് പാടി അതിൻ്റെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികളെല്ലാവരും ഫുൾ ആക്റ്റീവായിരുന്നു. വലിയവരെക്കാളും കുട്ടികളായിരുന്നു എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് സ്റ്റേജ് കിട്ടിയതുകൊണ്ട് എല്ലാവരും ആർമാദിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ വൈഗ വിഷ്ണുമംഗൽ അമ്പലത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച ഡാൻസായിരുന്നു ഇത്. നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ കൂടെ ആ പാട്ടെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷെ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണ കൃഷ്ണ എന്നുള്ള സോങ്ങിനായിരുന്നു വൈഗു ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് വൈഗു ഡാൻസ് കളിച്ചിട്ടുണ്ടായി. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ഒരു നല്ല എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ തന്നെ സ്റ്റേജ് കൈയടക്കി സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മാള് ഫോട്ടോഷൂട്ടിന് പോകുന്ന രംഗമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടി പട്ടാളംസ് ആർമാദിക്കുകയാണ് ഗൈസ്. അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള പാട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പിറ്റേന്ന് അമ്പലത്തിൽ ടെമ്പിൾ ഷൂട്ടിന് പോയതായിരുന്നു. ഇതാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്ന ലാവണ്യ. ഈ വരുന്ന 11-നാണ് എൻഗേജ്മെൻറ്റ്. അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം ലാവണ്യൻ്റെ എൻഗേജ്മെൻ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ മടിയൻകൂലോത്ത് പോയിട്ടായിരുന്നു ടെമ്പിൾ ഷൂട്ട് ചെയ്തത്. ഇതൊക്കെ നല്ല കോമഡി സീനായിരുന്നു. ഗൗരിനോടും കുട്ടാപ്പിനോടും ഒരുമിച്ച് നോക്കാൻ പറഞ്ഞ ടൈമിൽ ഒരാൾ കിസ് ചെയ്യുന്ന ടൈമിൽ അടുത്ത ആൾ ഫേസ് എടുക്കും. കുറേ ടൈം ട്രൈ ചെയ്തു, പക്ഷെ നല്ല വൃത്തിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം വൈഗു, അദ്വിക്ക്, ഗൗരി, ധ്രുവ്. ഇങ്ങനെ ഇത് മാളിച്ചിട്ടേൻ്റെ കൂടെ ഗൗരിക്ക് നല്ലൊരു പിക്ക് കിട്ടി. മാളുവിന് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്ത് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയുള്ള കുറച്ച് നല്ല നല്ല പിക്സ് എടുക്കാൻ പറ്റി. എന്താ പറയുക,
കുറേ ഇതെല്ലാ കാലത്തേക്കും ഞങ്ങൾക്ക് സൂക്ഷിക്കാനുള്ളതാണല്ലോ, കുറേ നല്ല ഓർമ്മകൾ. അങ്ങനെ ഗൗരീൻ്റെ ഒക്കെ നല്ല ഫോട്ടോസ് കിട്ടി. ഇത് ഇളയപ്പൻ അടിച്ചിട്ട് കൊണ്ടുവന്ന, ദുബായിൽ നിന്ന് അടിച്ചു കൊണ്ടുവന്ന സെറ്റ് അവിടെ ആയിരുന്നു. അങ്ങനെ പിറ്റേന്ന് കല്യാണ ദിവസമായിരുന്നു, 28-ാം തീയതിയാണ്. എല്ലാം കല്യാണത്തിൻ്റെ ഇന്ന് ഫുൾ തിരക്കിലായതുകൊണ്ട് അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് ഞങ്ങൾ ബന്ധുക്കൾ തന്നെയാണ്. ഞങ്ങളെല്ലാവരും റെഡിയായി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള മാളുവിൻ്റെ പ്രണയത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. അങ്ങനെ മാളുവിൻ്റെ മുഖത്തെ ഹാപ്പിനെസ് കാണുന്നില്ലേ. ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ തിരക്കിലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ ലാവണ്യേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോയത്. ലാവണ്യോട് കറക്റ്റ് കല്യാണമെല്ലാം കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലാവണ്യൻ്റെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് ഞാൻ സ്റ്റേജിലുള്ളത്. അങ്ങനെ മാളുവിൻ്റെ കല്യാണം കഴിഞ്ഞു ഗായ്സ്. ഇനിയൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. ജിനേഷിൻ്റെയും മാളുവിൻ്റെയും വിവാഹ ജീവിതം എന്നും നന്മയും സന്തോഷമെല്ലാം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജിനേഷ് മാളുവിന് താലി കെട്ടുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. ഏതൊരു പെൺകുട്ടീൻ്റെയും ജീവിതത്തിലെ ഒരു സ്വപ്നമായിരിക്കുമല്ലോ. അങ്ങനെ മാളു കുറേ കാലമായിട്ട് കാണുന്ന സ്വപ്നം അവിടെ പൂവണിയുകയാണ്. മാളു മാത്രമല്ല, ജിനേഷും. അങ്ങനെ അവരുടെ പ്രണയം അവിടെ സഫലമാവുകയാണ്. അങ്ങനെ കാമുകി, വുഡ് ബി ഇതിൽ നിന്നെല്ലാം മാറി മാളു ജിനേഷിൻ്റെ ഭാര്യയായി തീർന്നിരിക്കുന്നു. ഇവിടെ താലിയിട്ട് നടക്കുന്ന സമയത്ത് സൈഡിൽ എൻ്റെ കണ്ണ് ഫുള്ള് നിറഞ്ഞ് കണ്ണിന്ന് വെള്ളം വരുന്നൊരു അവസ്ഥയായിരുന്നു. കാരണം മാള് മറ്റൊരു വീട്ടിലേക്ക് പറിച്ച് നടക്കപ്പെടുകയാണ്, ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നില്ല ഒരു സങ്കടം, പെട്ടെന്ന് സങ്കടമായിപ്പോയി. അങ്ങനെ ഫുള്ള് സന്തോഷവും എന്താ പറയല്, ഇമോഷൻസ് എല്ലാം സമ്മിശ്രമായിട്ടുള്ളൊരു ദിവസം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കല്യാണത്തിന്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരു കല്യാണത്തിന് ആ രീതിയിലൊരു ഇമോഷണലായിട്ട് ആ ഒരു ഫീൽ അനുഭവിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായത്. കാരണം എന്തോ എനിക്ക് മാളുവിനോട് അത്ര സ്നേഹമുണ്ട്, അത്രമാത്രം മാളു ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലായത് മാളു കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നതെന്ന് അറിഞ്ഞ മാളുവിൻ്റെ കല്യാണം അടുത്ത് വന്ന ആ ഒരു സമയത്തായിരുന്നു. ഞാനും ഗിരിശേട്ടനായാലും ഗൗരി ആയാലും പെട്ടെന്ന് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോഴും ഈ സീന് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ടൈമിൽ സങ്കടം വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, മാളുവിന് നല്ലതാവാൻ വേണ്ടിയിട്ട് മാളു കല്യാണം കഴിച്ച് പോയിട്ടുള്ളത്. പക്ഷേങ്കിൽ നമ്മളെ അടുത്ത് നിന്ന് എന്താ പറയല്, നമ്മൾക്ക് ഫ്രീ എങ്ങനെ നമ്മൾ ഫുൾ ആ ഒരു അതിന് മുന്നേ ഞങ്ങൾ അനിയത്തിന്ന് മാത്രമുള്ളൊരു രീതിയിലായിരുന്നല്ലോ. അപ്പം ഇനിയിപ്പോൾ മറ്റൊരാളുടെ ഫാമിലീൻ്റെ ഭാഗമാവുന്ന ടൈമിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. ഒരുപക്ഷെ അതെല്ലാം ഓർത്തുകൊണ്ടായിരിക്കും എന്തോ പെട്ടെന്ന് ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. അവരുടെ ലൈഫിലെ വലിയ സന്തോഷത്തിൻ്റെ മുമ്പിലുള്ള കുറച്ചൊരു ഇമോഷണലായിട്ടുള്ള മൊമെൻറ്റ്സ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇങ്ങനെ ഞാൻ ഒരാളായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡായി ഇങ്ങനൊരു എന്താ പറയല്, അതിപ്പോൾ നമ്മൊരു എനിക്ക് സ്വന്തമായിട്ട് അനിയത്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അനിയത്തിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ആൻറ്റീൻ്റെ കുട്ടികൾ മാത്രമാണ് എൻ്റെ അനിയത്തിമാരെന്ന് പറയാൻ. അവർ രണ്ടാളും കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ചെറിയ പിള്ളേരാണ്. അപ്പോൾ ഫസ്റ്റ് അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായത് മാളുവിൻ്റെ കല്യാണത്തിന്. എനിക്ക് എന്താ പറയില്ല, ഞാൻ യൂഷ്വലി ഇപ്പം കുറേ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇമോഷണലി വീക്ക് ആവാത്തൊരു ആളായിട്ട് മാറിക്കൊണ്ട് ഞാൻ സ്ട്രോങ് ആണെന്ന് വിചാരിച്ചെടുക്കുന്നതാണ്. പെട്ടെന്ന് ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായൊരു സിറ്റുവേഷൻ കൂടിയായിരുന്നു അത്. പെട്ടെന്ന് എനിക്ക് സങ്കടമായിപ്പോയി. അങ്ങനെ മാളുവിൻ്റെ കല്യാണത്തിൻ്റെ സദ്യ കഴിക്കുന്നതാണ്. നല്ല അടിപൊളി സദ്യയായിരുന്നു. ഇവിടെ തന്നെയുള്ളൊരു ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഉണ്ടാക്കിയതായിരുന്നു. നല്ല അടിപൊളി സദ്യയെല്ലാം കഴിച്ചിട്ട് മാള് പോകാൻ ഇറങ്ങാണ്. അങ്ങനെ മാള് വണ്ടിയിലേക്ക് കയറുമ്പം ഗൗരീൻ്റെ ഈ കരച്ചിൽ, ഇത് താലികെട്ട് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ കരച്ചിലാന്ന് ചിറ്റ വേറെ എവിടെയോ പോകുന്നതെന്ന് മനസ്സിലായിട്ടാകുമ്പം കല്യാണം കഴിഞ്ഞാൽ ഗൗരി പറഞ്ഞു ബാ നമുക്ക് ചിറ്റേനെയും കൂട്ടിയിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം തുടങ്ങിയ കരച്ചിലാണ്. അതിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മാളുവിൻ്റെ കാര്യം പറയുമ്പോൾ ഗൗരി കരയും. എനിക്ക് ചിറ്റേനെ കാണാനായിട്ട് സങ്കടമാവുന്നതെന്ന് പറഞ്ഞിട്ട് ഗൗരി കരയും. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരീനെ ഞാൻ പ്രസവിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത്
ആ ഒരു 60 ഡേയ്സ് തൊട്ട് ഗൗരീനെ ഞാൻ എന്തെങ്കിലും എനിക്ക് ഒരു കുളിക്കാൻ പോകുമ്പോൾ അതിലെന്തൊരു ആവശ്യത്തിന് പോകുന്ന ടൈമിലും ഗൗരീനെ നോക്കിയിട്ടുണ്ടായതും ഗൗരീനെ തൊട്ടിൽ കിടത്തിയിട്ട് ആട്ടിയതും കളിപ്പിച്ചുകൊണ്ട് നടന്നതെല്ലാം മാളുമായിരുന്നു. അതുകൊണ്ട് ഗൗരി ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഗൗരി മാളുവിൻ്റെ അടുത്ത് ഇങ്ങനെ മാളിച്ചിട്ട് പോകുന്നതെന്നുള്ള ബേജാറാണ്. ജിനേഷിൻ്റെ നാട്ടിൽ നല്ല അടിപൊളി സ്വീകരണമായിരുന്നു ചെറുക്കനും പെണ്ണിനും ഒരുക്കിയിട്ടുണ്ടായത്. അങ്ങനെ പാട്ടും കൂത്തും ഡാൻസും ആയിട്ട് അടിച്ച് പൊളിച്ച് നല്ല വൈബായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് ആ നാട്ടിലത്തെ കുട്ടികളാണ്. അങ്ങനെ എല്ലാവരും കൂടി ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് ആനയിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ മാളു ജിനേഷിൻ്റെ വീട്ടിലെത്തി. നിലവിളക്കും പ്രാർത്ഥനയെല്ലാം ആയിട്ട് മാളു മറ്റൊരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന രംഗമാണത്. ഞങ്ങൾ തിരിച്ചു വരാൻ പോകുന്ന സമയത്ത് മാളു കരയാൻ തുടങ്ങി. അങ്ങനെ കല്യാണ പെണ്ണിൻ്റെ സങ്കടം, മുന്നിൽ കാത്തിരിക്കുന്ന വലിയ സന്തോഷങ്ങൾക്ക് ഇടയ്ക്ക് ഈ കരച്ചിലെല്ലാം തനിയെന്നെ മാഞ്ഞോളുമല്ലോ. അങ്ങനെയാണല്ലോ എല്ലാ പെൺകുട്ടികളും. ഇങ്ങനെ മാളുവിൻ്റെ ലൈഫിലെ ഒരു വളരെ നല്ല ദിവസമാണ് ഈ കടന്നു പോയത്. അതിൻ്റെ കുറച്ച് നല്ല പിക്സാണ് ഇനി. ഇത് ഞാൻ തന്നെ. അങ്ങനെ ഇതെല്ലാം കുറച്ച് നല്ല നല്ല പിക്സാണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാളുവിൻ്റെ കല്യാണം കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ ഒന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെല്ലാം കൂട്ടിയിട്ട് തരണം. ഈ എന്ന് പറയൽ വീട്ടിൽ കുത്തിയിരുന്ന് ഇപ്പോൾ ഒരാഗ്രഹം ഇതെല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നോക്കാം. See you.